ചിലര് ധൃതിയാണെങ്കിൽ ഫാസ്റ്റിന്റെ കാലാണല്ലോ, ധൃതിയാണെങ്കിൽ ജീവൻ പോണിന് മുമ്പ് തന്നെ വിട്ടതോ. അതൊക്കെ ചിന്തിച്ചോ. ജീവൻ അള്ളാഹുവിന് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആരെങ്കിലും കുതിര വിട്ടാൽ അള്ളാഹു അവനെ പരലോകത്ത് അപ്രകാരം ശിക്ഷിക്കും. അവന്റെ മരണവും അപ്രകാരമാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പേടിച്ചോളൂ. ഈ ജീവികളെയൊക്കെ വളരെ പേടിച്ചോളൂ. ഏതൊരു ജീവിയെയും അറക്കാൻ കൊണ്ടുപോകുന്ന ജീവിയെ കത്തി കാണിച്ച് പേടിപ്പിക്കരുത് എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കത്തി വരെ കാണിക്കാൻ പാടില്ല, കത്തി കാണിക്കാൻ പാടില്ല. അതിനോട് വളരെ മാർദ്ദമായി പെരുമാറണമെന്ന് പുണ്യനബി. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഇന്ന മഫാസിലഹു ലയുസല്ലിമു ബഅലുഹാ അലാ ബഅലിൻ. ഒരവയവങ്ങളും ഇങ്ങനെ സലാം പറഞ്ഞു പോകും. തുഫാരിഖുനി വഅന ഉഫാരിഖുക ഇലാ യൗമിൽ ഖിയാമ. ആത്മാവും ശരീരവും തമ്മിൽ ഇങ്ങനെ സലാം പറഞ്ഞു പോകും. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ലമ്മാ സ്വാറത് റൂഹുഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ റൂഹെത്തിയപ്പോൾ ഖാല ലഹു റബ്ബുഹു, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, കൈഫ വജത്തൽ മൗത, എങ്ങനെ മൂസ നബിയെ മരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഖാല, മൂസ നബി പറഞ്ഞു, വജത്തു നഫ്സി കശാത്തിൻ തസ്ലഹു ബിയദിൻ വഹിയ ഹയ്യാ. ജീവനോട് കൂടെ ഒരു ആടിനെ തോല് പൊളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മരണം എന്ന് ചോദിച്ചു മൂസ നബിയോട് അല്ലാഹു തആല. അപ്പോൾ പറഞ്ഞു സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഒരാടിനെ ജീവനോടുകൂടെ തോല് വിളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഒരു റിവായത്തിൽ കാണുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു കിളിയെ എടുത്തിട്ട് ജീവനോടെ ഒരു ചട്ടിയിലിട്ട് വറുത്തത് പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സയ്യിദ്നാ മൂസ. അപ്പൊ നാം ചിന്തിക്കണം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തിരുന്നു. സദാസമയവും മുസ്തഫ നബിയുടെ ദുആ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിനൽ അസബി വൽ അനാമിൽ അല്ലാഹുമ്മ ഫഅന്നി അലൽ മൗതി വഹവ്വിൻഹു അലയ്യാ. അല്ലാഹുവേ, നീ ഞരമ്പുകളിൽ നിന്നും എന്റെ വിരൽ കൊടികളിൽ നിന്ന് വരെ റൂഹിനെ പിടിക്കുന്ന അല്ലാഹുവേ, ഫഅന്നി അലൽ മൗതി, മരണത്തിന്റെ മേൽ നീ എന്നെ സഹായിക്കണമേ. വഹവ്വിൻഹു അലയ്യ, മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ എന്ന് ഖാല റസൂലുള്ളാഹി എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതാണ് വജാത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. നീ ഇതുവരെ ഒളിച്ചും പാർത്തും നിന്നിരുന്ന സാധനമായ മരണമാണ് ഞാൻ എന്ന് പറയുകയും മലായിക്കത്ത് അവനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ബഹുമാനപ്പെട്ട ബലഗനാ അന്നഹു മാ മിൻ മയ്യിത്തിൻ യമൂതു ഹത്താ യതറാ ലഹു മലകാനിൽ കാതിബാൻ. ശ്രദ്ധിക്കുക, മരിക്കണ നേരമാണ്. ഇതുവരെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മരിക്കണ നേരം മലക്കുകൾ രണ്ടും അവന്റെ ചുമലിരിക്കുന്ന മലക്കുകൾ അവന്റെലേക്ക് കാണിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ്. വളരെ ചിന്തിക്കണം. ഇമാം ഗസ്സാലി തങ്ങൾ തന്റെ യഹ്യയിൽ പറയുകയാണ്, ഒരു മനുഷ്യൻ മരിക്കുന്ന നേരത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണേ, അങ്ങോട്ട് ശ്രദ്ധിക്കി. ലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതൊരാളുടെയും ചുമലിൽ സദാസമയവും രണ്ട് മലക്കുണ്ട്, റഖീബ് അതീദ്. ഈ മലക്കിനെ അവരവർ മരിക്കുന്ന നേരത്ത് കാണും എന്നാണ്. ശ്രദ്ധിച്ചോളൂ, പ്രധാനപ്പെട്ട സംഭവമാണ്, പ്രധാനപ്പെട്ട വാക്കാണ് ഈ പറയുന്നത്. ഏതൊരാളുടെയും ചുമലിൽ രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ആ മലക്കുകളെ മരിക്കുന്ന നേരത്ത് ഏതൊരു മയ്യത്തും കാണുമെന്നതാണ്. എല്ലാരും കാണും, അവനവന്റെ മയ്യത്തിനെ, അവനവന്റെ മലക്കിനെ കാണും. എന്നിട്ടോ ഫഖാലഹു, ഈ രണ്ട് മലക്കും അവനോട് പറയും, ഇൻകാന മുതിയാ, അവനവന്റെ തടി ദോഷപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ, സിനിമകൾക്കും നാടകത്തിനും
ഗാനമേളക്കും തടിയും കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇത് ശ്രദ്ധിക്കേണ്ട വാക്കാണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ശ്രദ്ധിച്ചോളൂ. ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മലക്ക് അവനോട് സലാം പറഞ്ഞ് പിരിയ. കാലാലഹു 2 മലക്ക് അവനോട് പറയും, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, ഇൻകാനം മുത്തിയാൻ അവൻ നല്ലോനാണെങ്കിൽ. ഒസാലിമാമ ഇത് യഹ്യയിൽ വ്യക്തമായി പറയേണ്ട രംഗം. എന്നിട്ടോ മലക്കുകൾ പറയും, ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് നല്ല ഖൈർ പ്രതിഫലം നൽകട്ടെ, നല്ലോനാണ്. ഫറുബ്ബ മജ്ലിസി സിദ്ഖിൻ അജ്ലസ്തനാ വഅമലി സ്വാലിഹിൻ അഹ്ലർതനാ, എത്ര നന്മയുടെ സദസ്സിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. പടച്ചോനെ, ഈ റമളാനിലെ ഈ പരിപാടി ഞങ്ങൾക്ക് അതിനൊരു കാരണമാക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ, ബന്ധപ്പെട്ടവർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ, നേതാക്കൾ, റബ്ബേ എല്ലാവർക്കും ഈ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. ദീനിയായ സദസ്സ് സംഘടിപ്പിക്കുക, വയലുണ്ടാക്കുക, അതിനുവേണ്ടി പാഞ്ഞെടുക്കുക, ഉള്ള പോക്കറ്റിലെ പൈസയും കളയുക. അങ്ങനെ എത്ര ചെറുപ്പക്കാരുണ്ട്, നാടന്മാർ, ആലിമീങ്ങളല്ല, മുദരിസന്മാരല്ല, പാവപ്പെട്ട കുട്ടികൾ. അവരാണ് ഈ സമൂഹത്തിന്റെ ശക്തി. അല്ലാഹുവേ പടച്ചോനെ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണമേ തമ്പുരാനെ. കേട്ടോളൂ, ഇതൊന്നും തമാശയല്ല. അപ്പോഴാണ് ഇതിന്റെ ലാഭം കിട്ടുക. എന്തിനാ നാട്ടിലൊരു വയലുണ്ടാക്കിയത്, എന്തിനാണ് വയലുണ്ടാകുമ്പോ അങ്ങോട്ട് ചെന്നത്? ഇതിലൊക്കെ കാര്യമുണ്ട്. എന്തിനെ? ഈ മലക്ക് വിട്ട് വരിയുമ്പോ പറയും, ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് നല്ലത് പ്രതിഫലം തരട്ടെ. ഫറുബ്ബ മജ്ലിസി സിദ്ഖിൻ അജ്ലസ്തനാ, എത്ര സത്യത്തിന്റെ സദസ്സിലാണ് നീ ഞങ്ങളെ ഇരുത്തിയത്. പിന്നെയോ വഅമലി സ്വാലിഹിൻ അഹ്ലർതനാ, എത്ര സ്വാലിഹായ പരിപാടിയിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. അവൻ ക്ലബിന്റെ ആളും സിനിമന്റെ ആളും നാടകത്തിന്റെ പരിപാടി ഉണ്ടാക്കുന്നവനും നാട്ടിൽ വേണ്ടാത്തനുണ്ടാക്കുന്നവനും ഓണത്തിന് പുലികൾ ഉണ്ടാക്കാൻ കൂടുന്നവനും ഇങ്ങനെയൊക്കെയുള്ള ഹമാക്കത്തിന്റെ അയലുകാരനാണെങ്കിലോ എങ്കിൽ കാലാലഹു മലക്ക്, ഒന്ന് മനസ്സിലാക്കിക്കോ, നോക്കിയിരിക്കണ്ട, ഒന്ന് മനസ്സിലാക്കിക്കോ, എന്താണ് പറഞ്ഞു, ഒന്ന് മനസ്സിലാക്കിക്കോ. സിനിമക്കും നാടകത്തിനും എന്തിനാ സിനിമന്റെ നാടകത്തിനും കാര്യമൊക്കെ പറയുന്നത്? റിമോട്ട് കൺട്രോളും പിടിച്ചിട്ട് അവനവന്റെ വീട്ടിൽ സിനിമ കണ്ടിരിക്ക. മനുഷ്യന്മാരെ ഇതിന്റെ ഒരു മേന വെച്ച് നോക്കി. ഇന്നിപ്പോ നമ്മളോട് ഇന്നത്തെ മലബാറിലെ 90% ആളുകളോട് ഇങ്ങനെ മലക്ക് പറയോ? കാരണം 90% ഇന്നത്തെ ജനങ്ങൾ കാണുന്ന സിനിമന്റെ സദസ്സാണ്. കൊട്ടാരത്ത് പോണ്ട, സിനിമ കൊട്ടാരത്ത് പോണ്ട, അവന്റെ വീട് സിനിമ കൊട്ടാരമാണ്, സിനിമയുടെ കൊട്ടകമാണ്, അവന്റെ വീട്ടിലുള്ള സൗകര്യമാണ്, രാവിലെയും വൈകുന്നേരവും അത് കണ്ടിരിക്കുന്നവനാണ്. ഇത്തരം തമ്മാടി ചത്തുപോയാൽ തമ്മാടിയാണ് അവൻ. ചാവുന്ന നേരത്താണെങ്കിൽ അവർ പറയും, ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, നമുക്ക് നിന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരുന്നു, വീട്ടിൽ പിരിയാ, ഒരിക്കലും നിനക്ക് ഖൈറുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയും. ആര് പറയും? മനുഷ്യ, നീ ചിന്തിക്കേ, നീയും ഞാനുമല്ല. ആരാണ്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മുഖറബായ മലക്ക് ദ്വാർക്കും. സിനിമ കണ്ടങ്ങനെ ഇരുന്നോ? വീട്ടില് സിനിമയും കണ്ടങ്ങനെ ഇരുന്നോ? അങ്ങനെ സിനിമയും കണ്ട് വീട്ടിലിങ്ങനെ മരുമോനും മരുമോളും വന്നോരും കൂടാളുള്ളവരും ഒക്കെ കണ്ടങ്ങനെ ഇരുന്നോളൂ രാവും പകലും. ചിന്തിക്കണം, വയസ്സന്മാര് വരെ ഈ ബോധമൊന്നുമില്ല. സമൂഹത്തിൽ 2 വിഭാഗം ആളുകളാണ് ഇന്ന് ഈ വിഡ്ഢിപ്പെട്ടിക്ക് അടിമകളായത്. ഒന്ന് ടീനേജ് പ്രായക്കാരും, ഒന്ന് മധ്യവയസ്കരും. ഏറ്റവും കൂടുതൽ അവർ അടിമകളായിട്ട് ഉള്ള സിനിമ മുഴുവനും വീട്ടിൽ നിന്ന് കാണുന്ന ഈ വയസ്സന്മാരും മധ്യവയസ്കന്മാരും. ഞങ്ങളൊന്നുമില്ല, ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒരു നേരം പോക്കാണെങ്കിൽ ചുരുങ്ങിയത് നീ ഇരുന്നാ പോരല്ലോ അവിടെ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ ഇരിക്കുമ്പോൾ എന്റെ ചുമലിൽ അത് നോക്കിയിരിക്കണ്ടേ 2 ആൾ. ആര്? റഖീബ് അതീദ്. അവരാരാ? റബ്ബിന്റെ മുഖറബീങ്ങളാണ്. അവര് പിരിഞ്ഞു പോകുമ്പോ പറയും, നമുക്ക് എന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരുന്നു. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ രസമുള്ള ഒരു ഹദീസ് കേൾക്കണോ? ഇതിനേക്കാൾ വലിയ രസം കേൾക്കണോ? ഒരാള് സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ അയാള് വിട്ടുപിരിയുന്ന നേരത്ത് അയാള് 2 ചുമലിലുള്ള മലക്കുകൾ
അയാളുടെ ഖബർ വരെ പിന്തുടരുകയും മരണം വരെ ഈ രണ്ട് മലക്കുകളും അവന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെല്ലുകയും ചെയ്യുകയും ഖാല റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഒരായത്ത് വിശദീകരിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. ഏതായത്ത് വത്തീനി വസ്സൈതൂൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാൻ. വീട്ടിലെ സിനിമ കാണുന്നവരെ, വീട്ടിലെ സിനിമ കൊട്ടാരുണ്ടാക്കുന്നവരെ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനം കൊണ്ട് വീട് നിറച്ചിട്ടുള്ള ആധുനിക മുസ്ലിമീങ്ങളായ മലബാറുകാരെ, പടച്ചോനെ പേടിക്കുന്നവരെ, ഇത് ഗൗരവത്തോടെ ചിന്തിച്ചു കൊള്ളുക. ഇത് ഗൗരവത്തിന്റെ വാക്ക് പറയുകയാണ്. ഈ രണ്ട് മലക്കുകൾ അവരോട് പറയുന്നതാണ്. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ഇവനോട് പറയും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത് ചിന്തിക്ക്. ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ. ഒരിക്കലും ഒരു ഖൈർ നിനക്ക് അല്ലാഹു തആല തരാതിരിക്കട്ടെ. ആര് ദുആ ഇറക്കും? മുഖറബായ മലക്ക് ദുആ ഇറക്കും. മലക്ക് ദുആ ചെയ്താൽ ആര് സ്വീകരിക്കും? ഇങ്ങോട്ട് പാറ മനുഷ്യ, ആര് സ്വീകരിക്കും? അല്ലാഹു സ്വീകരിക്കും. ചിന്തിച്ചോ. ഈ തടി മോശപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ചിന്തിക്കണം, ഇവിടെ നീ മാത്രല്ല, ഇവിടെ രണ്ടാളുണ്ട്. നേരെ മറിച്ച് നല്ലവനാണെങ്കിൽ ഉയർന്നുയർന്ന് പിന്നെ തകർന്നു പോകും. ആര് തകരുകയില്ല? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്ക് മുറിയാത്ത കൂലിയുണ്ട്. മുറിയാത്ത കൂലി ഏത് കാലം വരെ മുറിയാത്ത? ഇലാ യൗമിൽ ഖിയാമ. മരണം വരെ മുറിയില്ല. ഇവർ മരിച്ചാലും അവരെ കൂലി മുറിയില്ല. എവിടുന്ന് കിട്ടും? ഇരിക്കുന്ന റഖീബ് അതീദ് ഇബാദത്ത് എടുക്കുകയും എന്നിട്ട് വയുക്തബു ഇലാ ഹസനാതിഹി ഖാല റസൂലുള്ളാഹി, ആ റിക്കാർഡ് അവന്റെ റിക്കാർഡിലേക്ക് ചേർക്കുകയും ചെയ്യുന്നതാണ്. ഇമാം ഖുർത്തുബി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജയും റഹ്മത്തുള്ള വെറുതെ പറയല്ല, മുസ്തഫ നബി പറഞ്ഞതാണ്. നേരെ മറിച്ചോ തമ്മാടിയാണെങ്കിലോ, എന്താ തമ്മാടിയാണെങ്കിൽ തമ്മാടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഏതോ നാട്ടുകാരാണ്. വീട്ടിൽ സിനിമ കാണുന്നവരെ പറ്റി തന്നെ വലിയ അമ്മാടി എന്ന് പറയുന്നത്. കാരണം തന്നെ വലിയ അമ്മാടി. കാരണം അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, നല്ലോണം ചിന്തിച്ചോളി. വീട്ടിനെ സിനിമ കൊട്ടാരാക്കി നാശാക്കിയോരെ പാട്ടച്ചോനെ പേടിക്കണമെങ്കിൽ വയറിൽ കേട്ടിട്ട് മരിക്കണ വയറിൽ കേട്ട് എങ്ങനെ മുണങ്ങി നോക്കി ഇരുന്നാ പോരാ. ഇത് മനസ്സിലാക്കണം. വീട്ടിൽ ഈ സമ്മാടിത്തരം എന്നുണ്ടാവുന്നോ അന്ന് നമ്മൾ ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് വാദ്യോപകരണങ്ങൾ. ഇന്നത് മുസൽമാന്റെ വീട്ടിലെ ഏറ്റവും വലിയ ഉപകരണമാണ്. ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടിയാണ് വാദ്യമേളങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോയതാ. ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ വാദ്യമേളങ്ങൾ ഇന്ന് ആരുടെ കയ്യിലാ? മുസൽമാന്റെ കയ്യിലാണ്. ഈ വാദ്യമേളങ്ങളും ചെണ്ടവും മദ്ദളവും അവന്റെ വീട്ടിൽ രാവും പകലും അതിന്റെ പരിപാടി നടക്കുക. അവൻ തമ്മാടിയായ ആളാണെങ്കിൽ ഖാലാലഹു, ഈ രണ്ട് മലക്കുകൾ അവനോട് പറയും, ഒരിക്കലും ഇനി നിനക്കൊരു ഖൈറ് കിട്ടാതിരിക്കട്ടെ. ഖൈറ് നിനക്ക് ഉണ്ടാവാൻ പാടില്ല. നീ ഞങ്ങളെ കുടിക്കവനാണ്, നീ ഞങ്ങളെ വിഷമിപ്പിച്ചവനാണ്. എത്തി മലക്കുകൾ വിഷമുണ്ടാവും റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ഹബീബായ നബി പറഞ്ഞു, ഇസ്തഹയോ മിനൽ കിറാമിൽ കാതിബീൻ. നിങ്ങൾ മുണ്ട് പൊക്കുമ്പോൾ വരെ ശ്രദ്ധിക്കണം. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, മുണ്ട് പൊക്കുമ്പോൾ ശ്രദ്ധിക്കണം. മുണ്ട് പൊക്കുമ്പോൾ മുണ്ട് ഇതിനേക്കാൾ കയറ്റരുത്. കാരണം മലക്കുകൾക്ക് നിങ്ങളെ ഔറത്ത് കാണാൻ മോശം. ഇസ്തഹയോ മിനൽ മലായിക. നിങ്ങൾ തുറന്ന സ്ഥലത്തെ മൂത്രിക്കരുത്, കാട്ടിക്കരുത്. മലക്കൾക്ക് ലജ്ജ ഉണ്ടാവും. ഔറത്ത് തുറന്നരുത്. അവർ വലിയ ലജ്ജ ഉള്ളവരാ. നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവരെ കാണാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒന്നുമില്ല, നിനക്കൊരു മരുഭൂമിയിൽ മൂത്രിക്കേണ്ടി വന്നു, ഒരു മരമോ ഒരു മതിലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ ഒട്ടകത്തെ നീ അവിടെ മറച്ചു വെക്കുകയും ആ ഒട്ടകത്തിനെ മറച്ചിട്ട് അവിടെ ഇരുന്ന് മൂത്രിക്കുകയും ചെയ്യണമെന്ന് പുണ്യനബി ചിന്തിക്ക്. ഒരു മൂത്രിക്കുന്നിടത്ത് മലക്കൾ എത്ര സൂക്ഷിക്കണം എന്നാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കക്കൂസിൽ കയറിയാൽ പോലും വളരെ അത്യാവശ്യ ഭാഗമല്ലാതെ ഉയർത്തരുത് എന്ന് പുണ്യനബി പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇത്രയൊക്കെ മിനൽ മലായിക ഖാല റസൂലുള്ളാഹി, ഇത്രയൊക്കെ മലക്കളെ കാര്യം ലജ്ജിച്ച് സൂക്ഷിക്കണം എന്ന് പറയാ. എന്നിട്ട് ഈ മലക്കളെയും കൊണ്ട് ഈ തമ്മാടിത്തരൊക്കെ കാണാം. ഈ മലക്കുകൾ അവരോട് പറയും, തമ്മാടിയെ നിന്നെ ഞങ്ങൾ പിരിയാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു. എത്ര വൃത്തികെട്ട സദസ്സിൽ നീ ഞങ്ങളെ ഇരുത്തി തമ്മാടി. എത്ര എത്ര മോശപ്പെട്ട വേദികളിൽ നീ ഞങ്ങളെ പങ്കെടുപ്പിച്ചു എട തമ്മാടി. എത്ര എത്ര ചീത്ത വാക്കുകൾ നീ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചു. ഒക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വന്നില്ല നിന്റെ പുറത്തിരുന്നിട്ട്. അതുകൊണ്ടില്ല ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഇത് മലക്കുകൾ പറയുമെന്ന് ഹബീബായ നബി. ഇതൊന്നും റഹ്മത്തുള്ള എവിടുന്നെങ്കിലും ഏതോ ഈച്ച കിതാബെന്ന് കൊണ്ടുവന്നല്ല ഈ സംഭവം. ലോകപ്രശസ്ത മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം തന്റെ ഇഹ്യയിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ പറയല്ല. അതുകൊണ്ടാണ് എപ്പോഴും സാലിഹ്യങ്ങളെ കൂടെ നടക്കാൻ നീ നോക്കണം. കാരണം അവരെ കൂടെ പോയാൽ അവർ പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കെടുക്കാം. ആലിമീങ്ങൾ സയ്യിദന്മാർ നമ്മളെ ചങ്ങാടിമാരാവുക. അങ്ങനെ കുറെ ആളുകളെ എനിക്ക് അറിയുന്ന ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്, ജയിച്ചവരാണ്. അള്ളാഹു നമ്മളെയൊക്കെ ജയിച്ചവരിൽ പെടുത്തട്ടെ. എപ്പോഴും സാലിഹ്യങ്ങൾ എനിക്ക് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉമറാക്കളെ ചില ആളുകളെ ഞാൻ അറിയുന്ന ആളുകളുണ്ട്. ആലിമീങ്ങളോട് അഹ്ലു ബൈത്തിനോട് കൂടുതലും എന്നല്ല, അവർ ബന്ധാണ്. അവർക്കും എന്തെങ്കിലും സൺഡേ ക്ലബ്ബുകളിലൊക്കെ പോകാം, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോകാം. അവരെ സ്ഥാനത്തുള്ള പണക്കാരും ഉമറാക്കളും അവരെ സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥിരമായി അവിടെ പോകുന്നവരാണ്. പക്ഷെ അവരവിടെയല്ല പോവുക. അവരെ ജോലി കഴിഞ്ഞാൽ വല്ല പള്ളിയുടെ കാര്യം, മദ്രസന്റെ കാര്യം, ദീനിയായ കാര്യം, ആലിമീങ്ങളെ കാര്യം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഇതൊക്കെ നോക്കി നടക്കണം. ഇഷ്ടം പോലെ ആളുകൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അത് ഈ നമ്മുടെ സദസ്സിന്റെ ഏറ്റവും വലിയ അലങ്കാരവുമാണ്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും അവർക്ക് സന്തോഷിക്കാവുന്ന ഒരു ഹദീസാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഈ ഉമറാക്കളിനെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പുതിയ ചെറുപ്പക്കാർ, കുട്ടികൾ ഇത് ചിന്തിക്കണം. അതാണ് എപ്പോഴും സ്വാലിഹ്യങ്ങളുടെ കൂടെ ഇരിക്കണം. അവര് നമ്മളെ ചങ്ങാതിയാവണം. കാരണം അവര് പോകുന്നിടത്ത് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ വിട്ടുപിരിയുന്ന നമ്മുടെ മലക്ക് നമ്മളോട് പറയും, ജസാക്കല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു തആല നിനക്ക് ഖൈർ തരട്ടെ എന്ന് നമ്മളെ മലക്ക് പ്രാർത്ഥിക്കും. മലക്ക് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ പറയും, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മരണത്തിന്റെ ഭയാനകര പറഞ്ഞിട്ട് പറയാണ് ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, ഇദാ ഖുബില റൂഹു, റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ അഖ്ബല അഹ്ലുഹു ബിറന്നത്തിൻ വബുകാ, എല്ലാരും വീട്ടുകാർ മുഴുവനും ഇസ്രായേൽ സ്ഥലത്തുണ്ട് പിടിക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഖൗം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. ഏതാ സൂറത്ത്? ഇന്നലെ രാത്രി അൽവാക്യ ഓടിയവരെന്ന് കൈവക്കി. നാളെ ഞാൻ ചോദിക്കുമ്പോ എല്ലാരും കൈവക്കുക. എന്താ അൽവാക്യന്റെ പ്രത്യേകത? അൽവാക്യ ഓടിയവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എല്ലാ രാത്രി അൽവാക്യ ഓടിയ ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഒഴിവാകുക ഏറ്റവും വലിയ മാർഗം. എല്ലാ രാത്രിയും അൽവാക്യ ഓടുക. 3 മിനിറ്റോട് തീരും, അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റോട് തീരൂല്ലേ? 5 അത്രല്ല, 5 മിനിറ്റ്. ഏറി വന്ന 5 മിനിറ്റ്, ഏറെ വന്ന 5 മിനിറ്റ്. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين
ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ ഫനുസ്ലും മിൻ ഹമീം വതസ്ലിയതു ജഹീം ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അലീം. എന്തൊരു വാക്കപ്പ പറഞ്ഞു. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടും നിന്റെ യോഗ്യത കണ്ടില്ല എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഇവന്റെ ആളാണല്ലോ, ഇവന്റെ ആളാണല്ലോ, ഇവന്റെ ആളല്ലേ, ഇത്ര വലിയ ആളായി. എന്തൊക്കെയാ നിനക്ക് നടക്കാത്തത്? നീ ഒരു വാക്ക് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വരെ സ്പെഷ്യൽ പോലീസിനയക്കും. നീ ഒരു കാര്യം പറഞ്ഞാൽ ഭരണാധികാരികൾ ശ്രദ്ധിക്കും. നീ കയറി ചെന്നാൽ പോലീസുകാരൻ വരെ എണീറ്റ് നിൽക്കും. നീ വലിയ ഉന്നതനല്ലേ, പക്ഷേ ഈ ഔന്നത്യമൊന്നും ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഇവിടേക്ക് ആ സാധനം വന്നപ്പോ നിന്റെ മാത്തൊന്നും എന്തേ കണ്ടില്ല? എന്തേ കണ്ടില്ല? ഒരു കാവ്യമയത്തിലുള്ള ചോദ്യം ചോദിക്കാം, കാവ്യാത്മക ചോദ്യം. എന്തേ കണ്ടില്ല? അത് കയറി വന്നപ്പോ എന്തേ കണ്ടില്ല? എന്തൊരു കാവ്യാത്മക ചോദ്യം. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. നിന്റെ ബറ്റാലിയൻ ഒന്നടങ്കം അവിടെ നോക്കി നിൽക്കണില്ലേ? നീ മരിക്കാൻ കിടക്കുന്നിടത്ത് വലിയ വലിയ നായകന്മാരുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് നിന്റെ ഇഷ്ടപ്പെട്ട നേതാവിന്റെ ആത്മാവിനെ പിടിച്ചിട്ട് താഴ്ത്താൻ കഴിയാഞ്ഞു? അവരൊക്കെ വലിയ യോഗ്യന്മാരല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ചോദിക്കാം. എനിക്ക് ആയത്ത് എന്നോട് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നറിയാം? അള്ള അങ്ങനെ അങ്ങോട്ട് അള്ള തന്നെ ചോദിക്കാം. ചോദ്യക്കാരൻ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അവിടെ. അല്ല ചോദിക്കാം. സാധാരണ മെസ്സേജുകൾ ഇങ്ങനെ പറഞ്ഞ ഇവിടെ എത്തിയപ്പോ മെസ്സേജ് മാറിയിട്ട് അള്ളാഹു നമ്മളെ മുന്നിൽ വരിക. ശ്രദ്ധിക്കണ്ടോ നിങ്ങള്? മനസ്സിലാവുണ്ടോ നിങ്ങള്? നമ്മൾ ചോദിക്ക. ആരാ ചോദിക്കണത്? നേരിട്ട്. ഇതെല്ലാരും ചോദിക്കും വേണം. ഇത് ചോദ്യത്തിനെ അഭിമുഖീകരിക്കാത്തവരില്ല. ഫലൗലാ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. എന്നാൽ ആരെക്കാളും ഈ മരിക്കുന്ന മനുഷ്യനോട് അടുത്തുള്ളവൻ ഞാനാണ്. നിങ്ങളാരും എന്നെ കാണില്ല, അവരവിടെ കാണില്ല, എന്നെ കാണില്ല. നിങ്ങളെല്ലാരും ബാപ്പ മരിക്കുകയാണ്, നേതാവ് മരിക്കുകയാണ്, എല്ലാരും മരിക്കാൻ വേണ്ടി മരിക്കുന്ന ആളെ നോക്കി കാത്തു നിൽക്കുകയാണ്. പക്ഷേ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഞാനാണ് അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴും എല്ലാരും അവനവന്റെ കാര്യം പറയും. എന്റെ കാര്യം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും, ഇവരാരും ഉണ്ടാവില്ല. മരിക്കുന്ന നേരത്തെ ഭാര്യ പറയുന്നത് എനിക്കിനി ആരാണുള്ളത് എന്നാണ്. സത്യത്തിൽ മനുഷ്യന്മാരുടെ ഈ സ്നേഹം ഒരു പൊട്ടത്തരല്ലേ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഇനി ഇയാൾക്കാരാണുള്ളത് എന്നല്ലേ പറയേണ്ടത്. ഭാര്യ പറയാ, മനുഷ്യന്മാരെ നിങ്ങളും ഭാര്യയെ മോട്ടോർ സൈക്കിളിൽ തിരിച്ച് കയറ്റി കൊണ്ടുപോകില്ല എന്ന് എനിക്ക് പേടിയാവുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. ചിന്തിക്ക്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് നോക്കും. സത്യത്തിൽ മരിക്കണ നേരത്തെ ഭാര്യ പറയാ, എന്താ ഭാര്യ പറയാ, ഇനി എനിക്ക് ഇവൾക്ക് വരെ എല്ലാവരും ഉണ്ട്. സത്യത്തിൽ പറയേണ്ടത് മനുഷ്യൻ സ്വാർത്ഥിയ, മനുഷ്യൻ വലിയ സ്വാർത്ഥിയ. പറയേണ്ടത് ഇയാൾക്കാരുള്ളത്. മകള് പറയണത് എനിക്കിഞ്ഞാരുള്ളത്, മകൻ പറയണത് എനിക്കിഞ്ഞാരുള്ളത്, പാപ്പ പറയണ എനിക്കിഞ്ഞാരുള്ളത്, നാട്ടുകാർ പറഞ്ഞ ഞങ്ങളെ പ്രസ്ഥാനത്തിന് ഞാരുള്ളത്, ഇയാൾക്ക് ഞാരുള്ളത് എന്ന്. അപ്പൊ ഇവരൊന്നും ഇയാൾക്ക് ഉപകരിക്കൂല. ഉപകരിച്ചത് ഇന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇയാളെ വിടില്ല. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾ എന്നെ കാണില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ട്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനിൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നതിന് ഏറ്റവും വലിയ തെളിവായതാണ്. എനിക്ക് എപ്പോഴും ഈ ആയത്തിനെ അത്ഭുതത്തോടുകൂടി ഞാൻ നോക്കാറുണ്ട്. ഇത് അള്ളെന്നെ ചോദിക്കാം, എടാ എടാ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനിൻ, ഈ റൂഹ് നീ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ലെങ്കിൽ, നിന്റെ മുതലാണ് റൂഹ് എങ്കിൽ, തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ,
അതൊന്ന് താഴത്തേക്ക് മടക്ക്. ഈ റൂഹന്നെ എന്റെ മുതലാണെങ്കിൽ ഒന്ന് താഴത്തേക്ക് മടക്ക്. ഞാൻ കടം തന്ന മുതലാണ്, ഞാൻ കൊണ്ടുപോകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ചിന്തിച്ചോ, മനസ്സിലാക്കിക്കോ. അല്ലാഹു നമുക്ക് എനിക്കൊക്കെ ബോധം തരട്ടെ, എല്ലാവർക്കും ബോധം തരട്ടെ. ചിന്തിക്ക്. ഇനി വകുപ്പ് കുറച്ചുണ്ട്, അത് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എല്ലാരും ഇരുന്ന് കരയുമ്പോ മലക്കുൽ മൗതി ബിഉലാദതൈൽ ബാബ്, വാതിലിന്റെ രണ്ട് ദണ്ടുകൾ പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചു പോവുകയാണ്. വാതിലിന്റെ രണ്ട് ചെടികൾ പിടിച്ചിട്ട് മലക്ക് പറയും, വല്ലാഹി മാ അകൽതു ലഹു റിസ്ഖാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇയാൾക്ക് എടുത്തു വെച്ച ഭക്ഷണം ഞാൻ തിന്നിട്ടില്ല. ആര് പറയും? മലക്ക് പറയും. ആര്? സയ്യിദ്നാ മലക്കുൽ മൗത്ത് അസ്റായീൽ. എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? ഇയാൾക്ക് എടുത്തു വെച്ച ഭക്ഷണം ഞാൻ തിന്നിട്ടില്ല. പിന്നെയോ വലാ അഫ്നൈതു ലഹു ഉംറ, അയാൾക്ക് നിശ്ചയിച്ച ആയുസ് ഞാൻ നശിപ്പിച്ചിട്ടില്ല. വലൻ തഖസ്തു ലഹു അജലാ, അയാളെ ഏതെങ്കിലും ഒരു അവധി ഞാൻ കുറച്ചിട്ടുമില്ല. പിന്നെയോ എന്തിനാ നിങ്ങൾ കരയുന്നത്? പിന്നെയോ എന്നാൽ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയുമല്ല. ഞാനിനി വീണ്ടും മടങ്ങി വരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വീണ്ടും മടങ്ങി വരുന്ന ചെയ്യും. ഒരാള് എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? ഞാൻ ഇനിയും വരും. എന്നിട്ട് ഈ റൂമിലുള്ള ഒരാളും ബാക്കിയാവില്ല, എല്ലാരും ഞാൻ കൊണ്ടുപോകും. ഇയാളിപ്പോ ഇന്ന് പോയിന്നേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? ഞാൻ ഇയാളുടെ ഏതെങ്കിലും ഒരു അവകാശത്തിൽ കൈവച്ചിട്ടില്ല എന്ന് മലക്ക് പറയും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ പറയുകയാണ്. വളരെ ഗൗരവത്തോടുകൂടെ മുസ്ലിമീങ്ങൾ ഈ കാര്യം ചിന്തിക്കണം. അത്രയും ഭയാനകമാണ് മരണം എന്ന് പറയുന്നത്, ഏറ്റവും ഭയാനകമാണ്. പക്ഷേ ആ മരണത്തെ രണ്ട് വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ കാണുന്നത്. മരണം രണ്ട് ജാതിയാ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മരണം രണ്ട് ജാതിയാ. ഒന്ന് വന്നാസിആതി ഗർഖാ ശ്രദ്ധിക്കട്ടെ, രണ്ട് ജാതി മരണം. ഒന്ന് വന്നാസിആതി ഗർഖാ, ശരീരത്തിലേക്ക് അങ്ങോട്ട് മുങ്ങി പ്രവേശിച്ച് വലിച്ചങ്ങോട്ട് എടുക്കുക, ഇതാണ് ഒരു ജാതി. വന്നാസിആതി നസ്താ, സാവകാശം ഊരിയെടുക്കുക, രണ്ട് ജാതിയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? രണ്ട് ജാതിയാണ്. വന്നാസിആതി ഗർഖാ, വന്നോട് എന്റെ കൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നാസിഅതി ഗർഖാ വന്നാശിതാതി നസ്താ. ഒന്നാമത്തെ തമ്മാടിയുടെ റൂഹിനെ പിടിക്കലാണ്. വന്നാസിഅതി ഗർഖൻ, ശരീരത്തിലേക്ക് അങ്ങോട്ട് മുങ്ങിയിട്ട് ചീന്തി ഇങ്ങോട്ട് എടുക്കുക. രണ്ടാമത്തേത് മെല്ലെ സാവകാശം പുറത്തെടുക്കുക. സത്യത്തിൽ ശുഭലക്ഷണം എന്ന രൂപത്തിൽ ആദ്യം പറയേണ്ടത് നല്ല റൂഹിനെ പിടിക്കലാണല്ലോ. എന്നിട്ടും രണ്ടാമതായിട്ടാണ് നല്ല റൂഹിനെ പിടിക്കൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ശുഭലക്ഷണം പറഞ്ഞിട്ടല്ലേ അവലക്ഷണം പറയണ്ടു, നല്ലത് പറഞ്ഞിട്ടല്ലേ ചീത്ത പറയണ്ടു. നേരെ മറിച്ച് ഇവിടെ ആദ്യം ചീത്ത പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ട്? കൂടുതലും പിടിക്കാനുള്ള റൂഹ് വന്നാസിഅതി ഗർഖാ, മറ്റേ റൂഹ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏത്? വന്നാശിതാതി നസ്താ. നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് ജാതി റൂഹിനെ പിടിക്കലാണ്. ഒന്ന് വന്നാസിഅതി ഗർഖാ, ഒന്ന് വന്നാശിതാതി നസ്താ. രണ്ട് ജാതി റൂഹിനെ പിടിക്കലാണ്. വളരെ പേടിക്കണം. പടച്ചോനെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ടോ ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കയ്യിൽ കിട്ടിയത് കുതിച്ചോടുന്ന മലക്കുകളെ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി ഒരു തരമുള്ള കാര്യത്തെ ഒന്ന് വിശദീകരിച്ച ഭാഗം ഞാൻ പറയാ. സൂറത്തിന്റെ 31, 32 ആ മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒന്ന് ഞാൻ വിശദീകരിക്കുക, രണ്ടും ഗൗരവമായി പഠിക്കേണ്ടതാ. ഇതാ
കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ الذين توفاهم الملائكة طيبين سلام عليكم ادخلوا الجنة بما كنتم تعملون. അല്ലാഹു ആ മരണം നമുക്ക് നൽകട്ടെ. كذلك يجزي الله المتقين. ഇത് പ്രകാരം മുത്തഖീങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. റേഷൻ കാർഡിന്റെ പുറത്ത് മുസ്ലിം എന്ന പേരെഴുതിയാ പോരാ. റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞോടത്ത് മുസ്ലിം എന്ന പേരുണ്ടായാൽ മാത്രം പോരാ, യഥാർത്ഥ മുസ്ലിം ആകണം. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഇപ്രകാരം അല്ലാഹു മറുപടി പ്രതിഫലം നൽകും. എങ്ങനെ? അല്ലദീന തവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ. മലക്കുകൾ അവർ നല്ല രൂപത്തിലായി മരിപ്പിക്കുന്നതാണ്. യഖൂലൂന, ഈ മലക്കുകൾ അവരോട് പറയുകയും ചെയ്യും, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, സലാം സലാം നിങ്ങൾക്ക് തന്നെ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്ത കാരണത്താൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളൂ എന്ന് മലക്കുകൾ പറയും. സലാം പറഞ്ഞിട്ടാണ് പിടിക്കുക. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇങ്ങനെ തന്നെ ആ സലാം പറഞ്ഞിട്ടാണ് മലക്കുകൾ അവരെ സ്വീകരിക്കുക. സലാം പറഞ്ഞിട്ട് തന്നെയാണ് മലക്കുകൾ സ്വർഗ്ഗത്തിൽ കയറ്റുക. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വസിയഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയും പറഞ്ഞത് മുത്തഖീങ്ങൾ എന്ന്, ഇവിടെയും പറഞ്ഞ മുത്തഖീങ്ങൾക്ക്. ശ്രദ്ധിക്കാൻ, നല്ല മരണം മുത്തഖീങ്ങൾക്ക് ഉണ്ടാകൂ. നല്ല മരണം മുത്തഖീങ്ങൾക്ക് ഉണ്ടാവും. അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ മലക്കുകൾ അവരോട് പറയുന്നതാണ്, അവരോട് വസിയഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മലക്കുകൾ അവർക്ക് സലാം പറഞ്ഞ് സ്വീകരിക്കും എന്ന്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലേക്ക് അല്ലാഹു ചേർക്കട്ടെ. ഇവിടെയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നേരത്തെയുള്ള ആയത്തിലും പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവന്റെ റൂഹിനെ പിടിക്കും. ഇവൻ മുത്തഖിയാണെങ്കിലോ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നതു നഈം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അവൻ മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ. ആരാ മുഖറബ്? മനസ്സിലാവണില്ലേ? പറഞ്ഞോ? മുഖറബീങ്ങൾ മരണം റൂഹൊക്കെ പിടിച്ചോട്ടെ, പക്ഷേ മുഖറബീങ്ങൾപ്പെട്ട ആളാണെങ്കിൽ മരണം എളുപ്പമാണ്. സലാം പറഞ്ഞിട്ടേ പിടിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് മലക്കുകൾ സലാം പറഞ്ഞിട്ടേ ഇവനെ പിടിക്കുകയുള്ളൂ. നീ നല്ലവൻ തന്നെയാണ്, ഞാൻ നിന്റെ റൂഹിനെ പിടിച്ചോട്ടെ എന്ന് മുഅ്മിനോട് സമ്മതം ചോദിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചേ പിടിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഇവൻ ആരാണെങ്കിൽ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നതു നഈം. അവൻ മുഖറബാണെങ്കിൽ അവന് റൗഹ്, എല്ലാവിധ സന്തോഷമുണ്ടാകും. റൈഹാനുൻ, സുഗന്ധച്ചെടിയിലെ നടുവിലേക്ക്, ഖബറിലേക്ക് സുഗന്ധച്ചെടി നിറച്ചു വെച്ച ഖബറിലേക്ക് പോവുകയാകും. വജന്നതു നഈം. പക്ഷെ മുഖറബാകണം. മുഖറബാകണമെങ്കിൽ എന്താവണം? മനസ്സിലായില്ല. മരിക്കണോടുകൂടെ സ്വർഗത്തിക്കാൻ ചാടലാവും. മുഖറബാകണം. എന്താ മുഖറബ് എന്നാൽ? അങ്ങനെയുണ്ട്. ഇത് അറിയാത്ത ആടന്മാരില്ല. ഇപ്പോഴാ പുതിയ കുട്ടിയൊക്കെ അത് അറിയാത്തത്. ഹബീബിന്റെ ഹദീസിന്റെ കാവ്യാവിഷ്കാരം പറയാണ് ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ഇബ്നു ശറഫ് നവവി റളിയല്ലാഹു അൻഹു.
മസാല അബ്ദി ബിന്നവാഫിലി യഖറുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. പുണ്യപ്പെട്ട കാര്യം കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. പുണ്യപ്പെട്ട കാര്യം കൊണ്ട് റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മരണം, സുഖത്തിന്റെ മരണം. فأما إن كان من المقربين فروح وريحان وجنة نعيم. ലവാ ഭാഗ്യം തരട്ടെ, ലവാ ഭാഗ്യം തരട്ടെ. فأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. നീ ചെയ്ത തെറ്റുകൾക്ക് റബ്ബിനോട് മാപ്പ് ചോദിച്ച് മാപ്പ് വാങ്ങിയവനാണെങ്കിലോ ഫസലാമുല്ലക, നിനക്കും സലാം ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഖറബ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ ശുദ്ധമായി ജീവിച്ചവർ. അസ്ഹാബുൽ യമീൻ എന്നാൽ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവസരം കിട്ടിയപ്പോൾ റബ്ബിൽ നിന്നവര് മാപ്പ് വാങ്ങി. വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, اللهم اغفر لي ذنوبي يا رب العالمين. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. കള്ള് കുടിച്ചവരെ കൂട്ടത്തിലുണ്ടാകും. റമളാനാണ്, തൗബ ചെയ്ത മനുഷ്യ, പടച്ച തമ്പുരാനിലേക്ക് മാപ്പ് ചോദിച്ച മനുഷ്യ, റമളാനാണ്, ഇത് സയ്യിദ് ശുഹൂറാണ്, ഇത് തൗബയുടെ മാസമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. കള്ള് കുടിച്ചവരുണ്ടാവും, തൗബ വാങ്ങിക്കോ, റബ്ബിന് വാങ്ങിക്കോ. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടവരുണ്ടാകും, അതിന്റെ പിന്നിൽ അടിത്തരത്തിന്റെ നഗ്നയുടതയുടെ മുന്നിൽ ഇരുന്നവരുണ്ടാകും. റബ്ബിനോട് പറയാനുള്ള സമയമാണ്. നമ്മൾ മരിക്കാൻ വന്നവർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഇവിടെ നമ്മൾ അധ്വാനിക്കാൻ വന്നവരാ. ഈ അധ്വാനമാണ്, ഈ പരലോകത്തിന് വേണ്ടിയുള്ള സമ്പാദ്യമാണ് നമ്മുടെ മുതൽക്കൂട്ട്. അതുകൊണ്ട് ജീവിതം അള്ളാഹുവിന് വേണ്ടിയാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കള്ളു കുടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ തൗബ ചെയ്യണം. സിനിമ കാണുന്ന ആളുകൾ തൗബ ചെയ്യണം. പലിശക്ക് ഏർപ്പാട് ചെയ്യുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. പലിശക്ക് തൗബ ചെയ്തേ മതിയാവും. എന്തുകൊണ്ട്? പലിശ എന്ന് പറയുന്നത് നിസ്സാരമായ പലിശ പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, പലിശ, ഏറ്റവും ചെറിയ പലിശ പോലും തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഇതൊന്നും അറിയാത്തവരല്ല നാട്ടിലാരും. ഈ ഹദീസിലൊന്നും തർക്കമില്ല, ഈ ഹദീസിലൊന്നും സംഘടനാപരമായ ഒരു തർക്കമില്ലാത്ത ഹദീസാണ് ഇതൊക്കെ. പലിശ, നിസ്സാരമായ പലിശ പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. അർരിബാ 73 ബാബാ, പലിശ 73ഓളം വകുപ്പുകളുണ്ട്. അതിലേറ്റവും ചെറിയ വകുപ്പ് പോലും സ്വന്തം ഉമ്മയെ വിവാഹം ചെയ്യുന്നതിന് സമമാണ്. വിവാഹം ചെയ്യാൻ പറഞ്ഞാൽ ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റൂല, പിന്നെ വിചാരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഉമ്മയെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇത്തരം തൗബ ചെയ്യണം. എല്ലാവരും ചിത്ത പറയുന്ന ആളുകൾ തൗബ ചെയ്യണം, എന്തിനും തൗബ ചെയ്യണം. അതാണ് പറയും തെറ്റിന് തൗബ ചെയ്തവനാണെങ്കിലും നിനക്ക് സലാം ബോർഡോടുകൂടിയുള്ള മടക്കം മലക്കുകൾ നൽകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ പിഴച്ച് നടന്നവനും ഈ പറഞ്ഞൊക്കെ കളവാക്കിയവനുമാണെങ്കിലോ ഫനുസ്ലും മിൻ ഹമീം വതസ്ലിയതു ജഹീം ഇന്നഹാരാ ലഹുവ ഹഖുൽ യഖീൻ. നേരിട്ട് നരകത്തിന്റെ കുണ്ടിലേക്ക് അവൻ വീഴുകയായിരിക്കും. അവന്റെ മരണം ഭയാനകവുമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിനെ നാഫിയാക്കി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല ആത്മാവിന്റെ മരണം നൽകണമേ തമ്പുരാനെ. اللهم هون علينا سكرات الموت، اللهم هون علينا سكرات الموت، اللهم هون علينا سكرات الموت، اللهم وفقنا لما تحب وترضى وبالإيمان عند الموت. അല്ലാഹുവേ, രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും നൽകണമേ തമ്പുരാനെ. മരണം ഞങ്ങൾക്ക് റാഹത്താക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ശരീരം ഒരു തെമ്മാടിത്തരത്തിൽ കൊണ്ടുപോയി വെക്കലിനെ തൊട്ട് നീ ഇനി ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. പിശാചി എന്ന തമ്മാടി അവനെ പോലെയാകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ അവന് വഴിപ്പെട്ടു പോവാൻ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ ദോഷി ഉണ്ടാകരുത് പടച്ചോനെ,
ഇതിലൊരു ദോഷം ഉണ്ടാകരുതേ റബ്ബേ. ഈ കൂട്ടത്തിലെ എല്ലാവരും നല്ലവരാകണമേ തമ്പുരാൻ, സ്വാലിഹാകണമേ റബ്ബേ. ഈ കൂട്ടത്തിൽ ഒരാൾക്കും ദോഷത്തിന്റെ മരണം ഉണ്ടാകരുതേ റബ്ബേ. പടച്ചോനെ, ഇതൊക്കെ പറയാനല്ലാതെ ഞങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ. നിന്നെ ഞങ്ങൾക്ക് പേടിയാണ് പടച്ചോനെ. മരണം ഞങ്ങൾക്ക് പേടിയാണ്, നിന്നെ പേടിയാണ്, നിന്റെ ലിഖാവ് പേടിയാണ്, നിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാൻ. ഈ ഭയം നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും ഞങ്ങൾക്ക് കാരണമാകണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, ബന്ധക്കാർ, സ്വന്തക്കാർ എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാന്, മർഹമത്ത് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലെ വയസ്സന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും ഖൈറും തഖ്വയും നൽകുകയും ചെറുപ്പക്കാർക്ക് അവർ വഴികാട്ടികളാവുകയും ചെറുപ്പക്കാരുടെ ശരീരപരവും ദീനിയായ ആവേശവും ഹലാലായ ഐശ്വര്യവും സന്മാർഗ ജീവിതവും നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ ഭാര്യമാരൊക്കെ സ്വാലിഹത്തുകളാകണമേ റബ്ബേ. ഞങ്ങളെ ഭാര്യമാരൊക്കെ സ്വാലിഹത്തുകളാകണമേ റബ്ബേ. ഞങ്ങൾക്ക് സ്വാലിഹായ മക്കളെ നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമേ റബ്ബേ. റബ്ബേ, ഈ ഇരിക്കണ കൂട്ടത്തിൽ കുട്ടികളില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെ തരണമേ റബ്ബേ. ദീനുള്ള മക്കളെ തരണമേ റബ്ബേ. ആലിമീൻ ഉമറാക്കളും ഈ കൂട്ടത്തിൽ ഞങ്ങളെ മുതുകിൽ നിന്ന് ഉണ്ടാകണമേ തമ്പുരാനെ. ഇവിടെ ദീൻ നടത്താൻ ഈ ഇരിക്കുന്ന ഉമറാക്കൾ, ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഉമറാക്കൾ വയസ്സന്മാരാണ്. പഠിച്ചവരെ, ആ സ്ഥാനത്ത് ഇനിയും ഞങ്ങൾക്ക് നല്ല ആളുകളെ തരണമേ തമ്പുരാൻ. ദീനിയായ കാര്യത്തിന് എവന്റെ മുന്നിലും ചങ്കൂറ്റത്തോടുകൂടെ എണീറ്റ് നിൽക്കാൻ. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന ലാ യഖാഫൂന ലൗമത ലായിം. ആരെയും പേടിക്കാത്ത ചൊണക്കുട്ടികളെ ഈ സമുദായത്തിന് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, അമേരിക്കൻ ഇംപീരിയലിസത്തെ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത എല്ലാ ദോഷങ്ങളും മാപ്പാക്കണമേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ കടങ്ങളെ വീട്ടി തരണമേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ റബ്ബേ. നിന്നെ മതിമറക്കാത്ത ധനവും സൗകര്യവും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. 10 റുപ്യ അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് റബ്ബേ. ഹലാലായ ഐശ്വര്യം നിറച്ചു തരണമേ തമ്പുരാനെ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, സലാഹിയത്ത്, മക്കള് സാലിഹാകണമെങ്കിൽ വരെ വാപ്പാക്ക് പണച്ചെലവുള്ള ഒരു കാലമാണിത്. ഞങ്ങൾക്ക് ഹലാലായ ധനം നിറച്ചു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ധനത്തിലോ ഞങ്ങളെ കുടുംബത്തിന്റെ ധനത്തിലോ ഹറാം ഉണ്ടാകരുതേ തമ്പുരാനെ. ഹറാമായ ഒരു ഉരുള കഴിക്കേണ്ടി വരരുതേ തമ്പുരാനെ. അതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ കോടതിയിൽ മറ്റുള്ളവർ ഞങ്ങളുടെ അമലുകൾ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാൻ. ഞങ്ങളെ അമലിൽ ഖുശൂഅ് നൽകണമേ റബ്ബേ. ഉന്മേഷം നൽകണമേ റബ്ബേ. നീ ഞങ്ങൾ ചെയ്ത എല്ലാ അമലും സ്വീകരിക്കണമേ തമ്പുരാനെ. വജഅൽ ഖിയാമനാ ഖിയാമൽ ഖായിമീൻ വജഅൽ സിയാമനാ സിയാമസ് സ്വായിമീൻ. എല്ലാം നീ അംഗീകരിക്കണമേ തമ്പുരാനെ. നീ ഞങ്ങളെ സിറാത്ത് പാലത്തിൽ എളുപ്പം നടത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ ഭാഗങ്ങളിലും നീ ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, മീസാൻ ഞങ്ങൾക്ക് സഖീൽ ഹസനാത്ത് കൊണ്ട് സഖീലാകണമേ റബ്ബേ. അല്ലാഹു, ഞങ്ങളെ ഞങ്ങളെ വലത്തെ കയ്യിൽ തരണമേ റബ്ബേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഈ 2 മഹാന്മാർ, ഞങ്ങളെ ചുമലിലുള്ള ഈ 2 മഹാന്മാർ, ജസാക്കല്ലാഹു ഖൈറാ. റുബ്ബ മജ്ലിസിൻ സാലിഹിൻ സിദ്ഖിൻ അഹ്ലർതനാ വഅമലിൻ സാലിഹിൻ അജ്ലസ്തനാ എന്ന് നീ ഞങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് നീ ഞങ്ങൾക്ക് പറയിപ്പിക്കണമേ തമ്പുരാനെ. നീ നല്ലോനാണ്, നീ നല്ലവനാണ്. നിന്നെ കൊണ്ട് എനിക്ക് എത്ര സദസ്സിൽ നല്ലെടുത്ത് പോകാൻ കഴിഞ്ഞു, എത്ര നന്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഈ റഖീബ് അതീദ് പറയുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാം പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. എല്ലാം നടത്തി കൊടുക്കണമേ റബ്ബേ. എല്ലാ രോഗത്തിനും ശിഫ കൊടുക്കണമേ റബ്ബേ. എല്ലാ പെൺകുട്ടികളുടെ കാര്യങ്ങളും റാഹത്താക്കണമേ റബ്ബേ. എല്ലാ വാപ്പാരുടെയും രോഗം ശിഫയാക്കണമേ റബ്ബേ. എല്ലാ മരിച്ചവർക്കും മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ജന്നാത്തുൻ നഈമിന്റെ വാതിൽ എല്ലാ ഖബറിലേക്കും തുറക്കണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. توفنا مسلمين وألحقنا بالصالحين. بسم الله الرحمن